രണ്ടാഴ്ച ഒന്നിലധികം 1, 2 ആഴ്ചയായിട്ട് മുറിവുണ്ട്, ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. മറ്റു ഓറൽ ക്യാൻസറുകളിലേക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. വായിൽ മുറിവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ഗട്ടിന് പ്രശ്നമുണ്ട്, ഇമ്മ്യൂണിറ്റി വീക്കാണ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പോൾ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സമയങ്ങളിൽ എന്ത് ചെയ്യും, മൗത്ത് അൾസർ വരിക. അതേപോലെ പ്രഗ്നൻസിയുടെ സമയത്തും മൗത്ത് അൾസർ വരിക, പെട്ടെന്ന് മാറി കിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആ ഒരു സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിലെ വേരിയേഷൻ കാരണമായിട്ട് എന്ത് ചെയ്യും, മൗത്ത് അൾസർ വരും എന്നുള്ളതാണ്. എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ, എസ്പെഷ്യലി വൈറ്റമിൻ B12, അയൺ, സിങ്ക്, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി, ഇതിൻ്റെയൊക്കെ ബോഡിയിൽ ഇതിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മൗത്ത് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലും. ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനൊക്കെ എന്ത് ചെയ്യും, ഈ തൈര് മോരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഗുഡ് ബാക്ടീരിയയുടെ നല്ലൊരു സോഴ്സ് കൂടെയാണ് ഈ തൈര്, മോര്, യോഗട്ട് എന്ന് പറയുന്നതൊക്കെ. വായയിൽ ഇടയ്ക്കിടയ്ക്ക് മുറി വരിക, വായപ്പുണ്ണുണ്ടാവുക അല്ലേ. പല ആളുകളും ഇത് സ്ഥിരമായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്ത് മരുന്ന് കഴിച്ചാലും, എത്ര ഭക്ഷണങ്ങൾ ക്രമീകരിച്ചാലും, എത്ര സപ്ലിമെൻറ്റുകൾ കഴിച്ചാലും ഈ വാഴപ്പുണ്ണ്, വായിലുണ്ടാകുന്ന മുറിവ് ശരിക്കും മാറിക്കിട്ടില്ല എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസമുണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാഴപ്പുണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്കതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്, ഇത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. വായ്പുണ്ണെന്ന് പറയുമ്പോൾ തന്നെ പല ആളുകൾക്ക് അറിയാതെ വായുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുറിവ് ഉണ്ടാകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ അതൊരു യെല്ലോയിഷ് ആയിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ ഒരു വൈറ്റിഷ് കളറൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് കവിളിൻ്റെ ഭാഗത്ത്, ചിലപ്പം പല്ലിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരും, ചിലപ്പോൾ നാവിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇത് കണ്ടുവരാറുണ്ട്. ആ മുറിവ് ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് പലതരത്തിനും പൊസിഷൻ അനുസരിച്ച് പേരുകളൊക്കെ പലതുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വായയിൽ മുറിവ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മൾ ആദ്യം എന്താ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അതുപോലെ ചില ആളുകൾ B കോംപ്ലക്സിൻ്റെ ഗുളികയൊക്കെ വാങ്ങി കഴിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊക്കെ അത് മാറിക്കിട്ടുകയും ചെയ്യും. പക്ഷേ റീകറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ അറിയൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രധാനമായിട്ടും ഇൻഫെക്ഷൻ വരിക എന്നുള്ളത്. എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വായയിൽ നല്ല രീതിയിൽ മുറിവുകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ചിലപ്പം ഒന്നൊന്നും ആയിരിക്കില്ല, ഒന്നിലധികം അത് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ചിലപ്പോൾ വായയിൽ ഒരു എരിച്ചിലും പുകച്ചിലും ഒരു റെഡിഷ് കളർ കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻഫെക്ഷൻ ക്ലിയർ ചെയ്യാൻ അതിന് വേണ്ട മെഡിസിൻസും കാര്യങ്ങളും ഫോളോ അപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണ്, നമ്മളെന്തെങ്കിലും ആക്സിഡൻറ്റ് പ്രകാരമായി ചിലപ്പോൾ നമ്മൾ കവിൾ കടിച്ചു പോവുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അത് കവികളിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് എന്നിട്ട് മുറിവുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട്, എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ നടന്നിട്ട് എന്ത് ചെയ്യുന്ന ഒരു മുറിവുണ്ടാകുക. അത് ആ ഒരു സമയത്ത് നമുക്ക് മുറിവുണ്ടായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, അത് മെല്ലെ മെല്ലെ അത് സബ്സൈഡ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതായത് പുതിയതായിട്ട് പിന്നീട് ഉണ്ടാകില്ല. ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്നുണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് പ്രകാരമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻസ് പ്രകാരമായിട്ട് എന്ത് ചെയ്യും, ബ്രഷ് ചെയ്യുന്ന സമയത്തോ കവിൾ കടിച്ചിട്ടോ അല്ലെങ്കിൽ നാവ് കടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, മുറിവുകൾ നമ്മുടെ വായയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പൈസി ഫുഡുകൾ നല്ലോണം കഴിക്കുന്ന ആളുകൾ, നല്ല സ്പൈസി ഫുഡുകൾ, നല്ല എരിവ് കൂടിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള സാധ്യത. പ്രത്യേകിച്ച് നോൺ വെജ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക, അച്ചാറ് പോലുള്ളത് കൂടുതൽ കഴിക്കുക, പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്മുടെ ഗഡ് സിസ്റ്റത്തെ, നമ്മുടെ വായ മുതൽ നമ്മുടെ ആനൽ റീജിയൻ വരെ ഉള്ള ഭാഗത്ത് ഉണ്ടാകുന്ന ഈ ഒരു നേർത്ത ആവരണം, എപ്പിത്തീലിയൽ ലെയറുണ്ട്. ഈ എപ്പിത്തീലിയൽ ലെയറിന് അത് ഡാമേജ്ഡ് ആക്കാനും അത് കംപ്ലൈൻറ്റ് വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും മുറിവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഈ ഒരു സ്പൈസി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അൾസർ വരും എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് നമ്മൾ സ്പൈസി ഫുഡ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ, എരിവുള്ള ഫുഡുകൾ കൂടുതൽ ബീവറേജസ് ഡ്രിങ്ക്സുകൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എപ്പിത്തീലിയൽ ലെയറിൽ ട്രിഗറിങ് ഉണ്ടാകുകയും അവിടെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും മുറിവുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ സ്പൈസി ഫുഡുകൾ കഴിക്കുന്ന ശീലമുണ്ട്,
എരിവുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. മാനസിക സമ്മർദ്ദം, നല്ല രീതിയിൽ ഓവർ തോട്ട്സുകൾ വരിക, അനാവശ്യ ചിന്തകൾ വരിക, മൈൻഡ് ഫ്രീ ആയി കിട്ടുന്നില്ല, ശരിക്കും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയെ ഒരു 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 നോൺ ഹീലിംഗ് പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ ബോഡിക്ക് ഒരു ഹീലിംഗ് ടൈം കിട്ടാത്ത കണ്ടീഷനിലേക്ക് എത്തുന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ അത് കാരണമാക്കും, ഇമ്മ്യൂണിറ്റി ലോ ആകാൻ അതിന് കാരണമാകും. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, വ്യത്യാസത്തിലേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സും ഉറക്കമില്ലായ്മ എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായയിൽ പെട്ടെന്നുള്ള മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പ്രത്യേകത ഒന്നൊന്നായിരിക്കില്ല, പല തരത്തിലും ഒന്നിലധികം എന്തുണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം, ഈ സ്ട്രെസ്സ് കൂടുന്ന ആളുകളിൽ മുറിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് അത് ചിലപ്പോൾ നോട്ട് ചെയ്യില്ല. എസ്പെഷ്യലി വേറെ ഒന്നുമില്ല, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ, എസ്പെഷ്യലി വൈറ്റമിൻ B12, അയൺ, സിങ്ക്, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി, ഇതിൻ്റെയൊക്കെ ബോഡിയിൽ ഇതിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മൗത്ത് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ. പലപ്പോഴും നമ്മൾ വൈറ്റമിൻ B12 നമ്മൾ ഫോക്കസ് ചെയ്യും, പക്ഷേ സിങ്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യില്ല, അയണൊന്നും നമ്മൾ ചിലപ്പോൾ നോക്കിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ടെന്നുള്ള. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോർമോണൽ ഡിഫറൻസ് ഉള്ള ആളുകൾക്ക്, എസ്പെഷ്യലി ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചില ആളുകൾക്ക് അറിയുന്നതായിരിക്കും, ഈ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സമയങ്ങളിൽ എന്ത് ചെയ്യും, മൗത്ത് അൾസർ വരിക. അതേപോലെ പ്രഗ്നൻസിയുടെ സമയത്തും മൗത്ത് അൾസർ വരിക, പെട്ടെന്ന് മാറി കിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആ ഒരു സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിലെ വേരിയേഷൻ കാരണമായിട്ട് എന്ത് ചെയ്യും, മൗത്ത് അൾസർ വരും എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വൈറ്റമിൻ B12 കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്പൈസി ഫുഡ് മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഹീലാവില്ല. അപ്പോൾ അവിടെ ഹോർമോണൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അത് ക്ലിയർ ചെയ്യൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരാൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, മൗത്ത് അൾസറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെക്കാം. അപ്പോൾ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, സ്പൈസി ഫുഡുകൾ, ട്രിഗറിങ് ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഒരു പ്രോപ്പർ ഹീലിംഗ് ടൈം നമ്മൾ കൊടുക്കണം. ട്രിഗറിങ് ഉണ്ടാക്കുന്ന സംഗതികൾ പാടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് കഴിക്കുക. എസ്പെഷ്യലി നിങ്ങൾ മുരിങ്ങ പോലെയുള്ളത്, അതേപോലെ ഈത്തപ്പഴം, ഏത്തപ്പഴം, പിന്നെ പാവയ്ക്ക, ഇങ്ങനെയുള്ള ചില ഫുഡുകൾ, ചിലപ്പോൾ ചില ആളുകൾക്ക് നല്ല പഴുത്ത കൂടുതൽ കഴിച്ചാലൊക്കെ എന്ത് ചെയ്യും, ഇത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കല്ല, ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലതാണ്, പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചിലത് ട്രിഗറിങ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് നെല്ലിക്ക, നല്ലതാണ്. അതേപോലെ തന്നെയാണ് കക്കരി കഴിക്കണം, നല്ലതാണ്. അതേപോലെ ഉറുമാമ്പഴം ഉണ്ടല്ലോ, മാതളപ്പഴം, അത് കഴിക്കണം, നല്ലതാണ്. അതുപോലെ ഭക്ഷണത്തിൽ തൈര്, മോരൊക്കെ എന്ത് കഴിക്കുക. തൈര് മോരും കഴിക്കുന്ന സമയത്ത് നമ്മൾ എരിവ് ഉണ്ടാകരുത്, അത് പിന്നെ ട്രിഗർ ചെയ്യും. അപ്പോൾ തൈര് മോരൊക്കെ കഴിക്കണം, നല്ലത്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനും അതേപോലെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനൊക്കെ എന്ത് ചെയ്യും, ഈ തൈര് മോരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഗുഡ് ബാക്ടീരിയയുടെ നല്ലൊരു സോഴ്സ് കൂടെയാണ് ഈ തൈര്, മോര്, യോഗട്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത് ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൽക്കഹോൾ അബ്യൂസുകൾ, ആൽക്കഹോൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ, പുകവലി ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് മാറത്തില്ല. അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ്സ് പോലെയുള്ള, മറ്റു പനമ്പരാക്ക് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ മസാലകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അത് നമ്മുടെ ഓറൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഡാമേജ് ആക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറമെ തന്നെ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ പല്ല് നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫെക്ഷൻ വായിലുണ്ടാകാനും അതേപോലെ മുറിവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് സ്ലീപ്പ് നിർബന്ധമാണ്. വായിൽ മുറിവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ഗട്ടിന് പ്രശ്നമുണ്ട്, ഇമ്മ്യൂണിറ്റി വീക്കാണ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഒരു ഹീലിംഗ് ടൈം കൊടുക്കൽ വളരെ അത്യാവശ്യമാണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് നല്ല വായ്പുണ്ട്, അപ്പോൾ അത് മാറിക്കിട്ടാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന്, നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പിട്ട വെള്ളം കൊണ്ട് നല്ല ഗാർഗിൾ ചെയ്യുക, നല്ല ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇടവിട്ട് ചെയ്യണം കേട്ടോ, ഒറ്റ ടൈമൊന്നും ചെയ്യരുത്. ഒരു ദിവസം 1 നേരം 2 നേരം ഒന്നും പോരാ. നല്ല രീതിയിലുണ്ടെങ്കിൽ ഒരു 4-5 നേരം, ഒരു 1-2 മണിക്കൂർ ഇടവിട്ടിട്ട് അത് ചെയ്യുക എന്നുള്ളത്, തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും നീർക്കെട്ട് കുറയ്ക്കാനും ആ പെയിന് കുറയ്ക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് പറ്റും. മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ എന്ത് ചെയ്യും, നമുക്കത് സഹായിക്കും എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് പറ്റുന്നതാണ് തേൻ അവിടെ അപ്ലൈ ചെയ്യണം നല്ലതാണ്. തേൻ എന്താ, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദന കുറയാൻ ഹെൽപ്പാണ്, മുറിവ് ഉണങ്ങാൻ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അലോവറയുടെ ജെല്ലുണ്ടല്ലോ, അത് നല്ല ഒറിജിനൽ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ കോക്കനട്ട് ഓയിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുറി ഉണങ്ങാനും അവിടുത്തെ ഇൻഫെക്ഷൻ ചില ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ എന്ത് ചെയ്യും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിൽ വെച്ചിട്ട് നല്ല ഗാർഗിൾ ചെയ്തിട്ട് അത് കുടിക്കാം. അതിന് പ്രശ്നം എന്ത്, നല്ല കൊളസ്ട്രോളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്യരുത്. പക്ഷേ അല്ലാത്ത ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെയ്യണം, നല്ലതാണ്. ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറാൻ, വായനാറ്റം കുറയാനൊക്കെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്ക് ലൈഫ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതി. അപ്പോൾ ഇതെല്ലതും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും മുറിവ് ഉണങ്ങാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏതോ ഒരു ഭാഗം എന്തോ ഒരു സംഗതി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മുറിവ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ മുറിവിന് ട്രിഗറിങ് ഉണ്ടാക്കേണ്ടതല്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോഴേ നമുക്കിത് മാറിക്കിട്ടും. അല്ലാതെ നമ്മൾ ദിവസം ഈ പറയുന്ന പോലെ വൈറ്റമിൻ ബി കോംപ്ലക്സോ മറ്റു മെഡിസിൻ ഒന്നും എടുത്തിട്ട് ഇതിന് കാര്യമില്ല. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഒരു 2 ആഴ്ച ഒന്നിലധികം 1-2 ആഴ്ചയായിട്ട് മുറിവുണ്ട്, ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. മറ്റു ഓറൽ ക്യാൻസറുകളിലേക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ക്യാൻസർ കണ്ടീഷനൊക്കെ നമ്മുടെ നാട്ടിൽ കൂടിയൊരു സമയമാണ്. അപ്പോൾ ഇതിനൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ട് വരുന്നതിന് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ക്യാൻസർ ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കാം, മറ്റു പല അവസ്ഥകളിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഗൗരവത്തിൽ തന്നെ എടുത്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നിന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.